നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു വിശേഷമാണ് സംഭവിക്കുന്നത്. ഒടുവിൽ രോഹിത്തിന് ജാമ്യം കിട്ടുവാണ്. രോഹിത്ത് നിരപരാധിയാന്നുള്ള സത്യങ്ങളൊക്കെ ശരണ്യ കോടതിയിൽ പറയുന്നുണ്ട്. അത് വിശ്വാസം വരാത്തോണ്ട് ജഡ്ജി തന്നെ ശരണ്യോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ജഡ്ജി ചോദിച്ചിട്ടും ശരണ്യ പതറാതെ മറുപടി പറയുന്നുണ്ട്. അതിനൊക്കെ കാരണം അലീനയായിരുന്നു. അലീന കൊടുത്ത ആ ധൈര്യത്തിന്റെ പുറത്താ ശരണ്യ അങ്ങനെയൊക്കെ പറയണത്. ബാലേന്ദ്രന് പോലും അത്ഭുതം തോന്നി. കാരണം അലീന ഒരു കാര്യം മാത്രം വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുന്ന സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ശരണ്യനെ ഒന്ന് കാണണം. ആദ്യം ബാലേന്ദ്രൻ അലീനയെ കൊണ്ടുവരണ്ടെന്നൊക്കെ കരുതിയതാ. പക്ഷേങ്കിൽ അലീന പറഞ്ഞു, ഒരു നോട്ടം മതി, ഞാനും അവളും തമ്മിൽ. എനിക്കറിയാം അവൾ സത്യങ്ങളൊക്കെ കോടതി പറയുമെന്ന്. ആ ഒരു ആത്മവിശ്വാസം അതുപോലെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്തു. അലീനയുടെ കൈയെടുത്ത് പിടിച്ചിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല മോളെന്ന് പറഞ്ഞു. എന്തിനാ അച്ഛൻ നന്ദി? നന്ദിയുടെയും കടപ്പാടിൻ്റെയും കാര്യമുണ്ടോ? നമ്മൾ അച്ഛനും മോളും അല്ലേന്ന് ചോദിച്ചു. അതൊക്കെ ശരിയാ. നിനക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ശരണ്യയുടെ മേലെ. എനിക്ക് പോലും ഇല്ലായിരുന്നു. ഞാൻ പോലും പതറി നിൽക്കുമായിരുന്നു. ഒരുപക്ഷെ ശരണ്യ വീട്ടുകാരുടെ പ്രേരണ മൂലം രോഹിത്തിനെ തള്ളിപ്പറയും, രോഹിത്ത് കുറ്റവാളിയാന്ന് പറയൂന്ന്. പക്ഷെ നിനക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലേന്ന് ചോദിച്ചു. എനിക്കറിയായിരുന്നു അച്ഛാ, അവൾക്ക് സത്യം മാത്രമേ കോടതി പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അവളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അവളോട് ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല രോഹിത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയണമെന്നൊക്കെ. പക്ഷേങ്കിൽ അവൾ പറഞ്ഞു, അവൾക്ക് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും അവൾ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് അതൊന്നും ഓർത്തൊരു കുറ്റബോധത്തിൻ്റെയും കാര്യമില്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ഇപ്പം അവൾ ചിലപ്പോൾ കുറച്ച് ക്രൂശിക്കപ്പെടുമായിരിക്കും. എന്നാലും നാളെ അവൾക്കത് ഓർത്ത് കഴിയുമ്പോൾ ഒരു പാവപ്പെട്ട ഒരാളുടെ, അതായത് നിരപരാധിയായ ഒരാളുടെ ജീവിതം താൻ തകർത്തെന്നൊരു ചിന്ത ഒരിക്കലും അവളെ വേട്ടയാടാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മനു ശിവശങ്കരനും അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, വക്കീൽ വന്നോ, എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ബാലേന്ദ്രൻ ആ കാര്യം പറയണേ. അതെ, വക്കീൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ഭയങ്കര ആകാംക്ഷയായിരുന്നു. അത് രോഹിത്തിന് ജാമ്യം കിട്ടുമെന്നാ തോന്നിയെന്ന് പറഞ്ഞു. രോഹിത്തിന് ജാമ്യം കിട്ടുമോ? അപ്പോഴും ഹരിക്കും കിട്ടുമായിരിക്കും അല്ലേന്ന് ശിവശങ്കരൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതിനെക്കുറിച്ച് അറിയത്തില്ല. രോഹിത്ത് നിരപരാധിയാണ്, അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് അവൾ കോടതി മൊഴി കൊടുത്തു. അതുകൊണ്ട് രോഹിത്തിന് ജാമ്യം കിട്ടുമെന്നാണ് പറഞ്ഞേ. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ്റെ മുഖത്തിന് നിരാശയുണ്ടായി. കാരണം തൻ്റെ മോനിന് ജാമ്യം കിട്ടാതിരിക്കുമോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ്റെ അടുത്തേക്ക് അവരുടെ വക്കീൽ വരുവാണ്. വക്കീൽ വന്നു കഴിഞ്ഞിട്ട് ശിവശങ്കരനോട് പറഞ്ഞു, അതെ, കോടതിയിൽ ആ ഐഡൻറ്റിഫിക്കേഷൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് തിരിച്ചറിഞ്ഞു നിങ്ങളുടെ മോനെ ഹരിയും ബാക്കി രണ്ടുപേരും തെറ്റുകാരാന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജാമ്യമില്ല വകുപ്പ് ചുമത്തി വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു വിട്ട് ജയിലിലേക്ക് തന്നെ. ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അല്ല, എൻ്റെ മോന് ജാമ്യം കിട്ടില്ല ഇനിയിപ്പോൾ ജാമ്യം എടുക്കാൻ പറ്റില്ല. അറിയാലോ, അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവർ കുറ്റവാളികളായിട്ടുണ്ട്. പിന്നെ ബാലേന്ദ്ര മേനോൻ്റെ മകൻ രോഹിത്തിനെ മാത്രം അവൾ കുറ്റക്കാരിയാക്കിയിട്ടില്ല. കാരണം അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു. ജഡ്ജിൻ്റെ മുന്നിൽ അവൾ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. ജഡ്ജി ചോദിച്ചു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അല്ലെങ്കിലും മനുവിനൊക്കെ അറിയാമല്ലോ രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. നിരപരാധിയായ അവൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടലെന്നായിരുന്നു മനുവിൻ്റെയൊക്കെ ആഗ്രഹം. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ശിവശങ്കരനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കരൻ അതുപോലെ ബാക്കി രണ്ടോമാരെയും കൂടെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടാനായിട്ട് പോലീസ് ജീപ്പ് കയറ്റാൻ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഈ സമയം ശിവശങ്കരനൊക്കെ അവിടെ മാറി ഇന്ന് കണ്ടു. അങ്ങനെ കാണാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഹരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ശിവശങ്കരനെ. കുറച്ച് കഴിഞ്ഞപ്പം രോഹിത്തിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വന്നു. രോഹിത്തിൻ്റെ കോലം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മുഖം കണ്ട അങ്ങനെയായിരുന്നു പറയണേ. ബാലേന്ദ്രൻ പെട്ടെന്ന് നിന്ന് മോനെന്നും പറഞ്ഞ് കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. അവൻ ആ കയ്യൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റി. ഒരു തരം നിസ്സഹായ അവസ്ഥയായിരുന്നു അവൻ്റെ മുഖത്ത്. ബാലേന്ദ്രനും അലീനയ്ക്കൊക്കെ സന്തോഷം. ഈ സമയത്ത് മനു എന്നിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെടാതെ പുറത്തു വന്നേന്ന് പറഞ്ഞു. പക്ഷെ അതിനൊന്നും മറുപടി പറഞ്ഞില്ല രോഹിത്ത്. ആരോടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. അലീനയ്ക്ക് കാര്യം അറിയാം. കാരണം ഒരുപക്ഷെ ഇത്രയും ദിവസം അകത്ത് കിടന്നതിൻ്റെ നാണക്കേട്, താൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിരപരാധിയാന്ന് അറിഞ്ഞിട്ടും താൻ തെറ്റ് ചെയ്തു കുറ്റവാളിയെന്ന് പറഞ്ഞ് തന്നെ മുദ്ര കുത്തി അകത്താക്കിയതല്ലേ. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവന് കാണും. ബാലേന്ദ്രൻ മുഖത്തെ സങ്കടം കണ്ടുകഴിഞ്ഞപ്പം അലീന ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, രോഹിത്തിനെ നമുക്ക് നേരെയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അലീന പറഞ്ഞാൽ പിന്നെ ബാലേന്ദ്രൻ്റെ വിശ്വാസമാണ്. അങ്ങനെ ഒടുവിൽ രോഹിത്തിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് പോവുകയാണ്.
ഈ സമയം കമല ശിവശങ്കരനെ വിളിച്ചു. എന്നോട് ചോദിച്ചു, എന്തായി ശിവേട്ട കാര്യങ്ങൾ, ജാമ്യം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. കമലയ്ക്ക് ഇരുന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇനി എന്തായി എങ്ങനെയാണെന്നൊക്കെ ഓർത്തിട്ട് ഒടുവിൽ ശിവശങ്കരനൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കമല ഓടി വന്ന് നോക്കി ഹരി ഉണ്ടോന്ന്. ഹരിയില്ല. അല്ല ശിവേട്ട ജാമ്യം കിട്ടിയില്ലേന്ന് ചോദിച്ചു. ഇല്ല. അപ്പം രോഹിത്തിനോ? അവന് കിട്ടിയെന്ന് പറഞ്ഞു. അവന് കിട്ടിയോ? അപ്പം ഇവരെല്ലാവരും ഒരേപോലെ ഒരിടത്തുണ്ടായിരുന്നവരല്ലേന്ന് ചോദിച്ചു. അവൻ തെറ്റുകാരനല്ലെന്ന് ശരണ്യെ കോടതി പറഞ്ഞു പോലും. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ശിവേട്ട ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. ശരിക്കും അതെ, അവള് മറ്റേ അലീന ഉണ്ടല്ലോ, ആ ശരണ്യെന്ന് പറയുന്ന പെണ്ണിനെ സ്വാധീനിച്ച. ചിലപ്പോൾ ബാലേന്ദ്രൻ കുറച്ച് പൈസ ഓഫർ ചെയ്ത് കാണും, പണവും കൊടുത്തു കാണും, ലക്ഷങ്ങൾ കൊടുത്തു കാണും. അതൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. മനു പറഞ്ഞു, അമ്മ ഇന്ന് നിർത്തുന്നുണ്ടോ? അമ്മയുടെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പെങ്കൊച്ച് പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാ. രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ പെങ്കൊച്ച് അതിന് കൂട്ട് നിന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല പോലും, പിന്നെ അവൻ എന്ത് കാണിക്കാൻ മാങ്ങ പറിക്കാൻ പോയതാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് മിണ്ടരുത്, എൻ്റെ കൈയുടെ ചൂട് നീ അറിയുമെന്നും പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ദേഷ്യപ്പെടുവാണ് കമലയോട്. കമലയ്ക്കാണ് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. രോഹിത്തും കൂടെ ജയിലിലേക്ക് പോയിരുന്നെങ്കിൽ ഇത്ര സങ്കടം വരില്ലായിരുന്നു. പക്ഷെ ഇതെങ്ങനെയല്ലല്ലോ. കുറച്ച് സമയം കഴിഞ്ഞപ്പം രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അലീനയും ബാലേന്ദ്രനും ഒക്കെ. ആ സമയത്ത് കൃഷ്ണമോൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായി. കൃഷ്ണമോൾ ഓടിച്ചെന്ന് രോഹിത്തേട്ടാന്ന് പറഞ്ഞ് കയ്യിലേക്ക് പിടിക്കുവാണ്. പക്ഷെ രോഹിത്ത് മൈൻഡ് ചെയ്ത് പോലില്ല, ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. ഇത്രയും ദിവസം ജയിലിൽ കിടന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ രോഹിത്തിനും ഉണ്ടായിരുന്നു. കാല് പോലും നിലത്തുറയ്ക്കാത്ത മട്ടിൽ വല്ലാത്തൊരു അവസ്ഥയോട് കൂടിയിട്ടാണ് രോഹിത്ത് വീട്ടിലേക്ക് അങ്ങനെ തൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോന്നെ. ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് ഭയങ്കര സങ്കടമായിപ്പോയി. ഭവിത ഓടി വന്നു. ഭവിത ഓടി വന്നിട്ട് ചോദിച്ചു, ആ രോഹിത്തേട്ടൻ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് രോഹിത്തിനോട് ഭയങ്കര കുശലം അന്വേഷിക്കാൻ ചെല്ലുന്നുണ്ട്. പക്ഷേ രോഹിത്ത് കഥയൊക്കെ അങ്ങോട്ട് വലിച്ചടച്ചു. ഭവിതയ്ക്കൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ ഇനി സങ്കടവും ദേഷ്യവും കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് ഓർത്തു. എന്നാൽ ഈ സന്തോഷ വാർത്ത അമ്മയെ വിളിച്ച് അറിയിക്കണമല്ലോ. അങ്ങനെ ഭവിത വൈജയെ വിളിക്കുന്നുണ്ട്. വൈജയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അമ്മേ, രോഹിത്തേട്ടന് ജാമ്യം കിട്ടി, രോഹിത്തേട്ടൻ വന്നെന്ന് പറഞ്ഞു. സത്യമാണോ മോളെ നീ പറയണമെന്ന് ചോദിച്ചു. അതേ അമ്മയെന്ന് പറഞ്ഞു. രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർക്കോ അവർക്കൊന്നും ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. രോഹിത്തേട്ടൻ നിരപരാധിയാന്ന് ആ പെണ്ണ് പറഞ്ഞു പോലെ, ശരണ്യെന്ന് പറയുന്ന പെണ്ണ്. അല്ലെങ്കിലും എൻ്റെ മോൻ അങ്ങനെയും ചെയ്യത്തില്ല, ഞാൻ വളർത്തിയ മോനല്ലേ, അവനങ്ങനെയും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പൊങ്ങി വർത്താനം പറയാണ് വൈജ. കാരണം ഞാൻ വളർത്തിയ മോൻ ഒരിക്കലും തെറ്റിലേക്ക് പോകത്തില്ല. എല്ലാവരും കൂടി കെട്ടിച്ചമച്ച് അവൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചാന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് പോലീസുകാർക്കൊക്കെ നല്ല കുശാലായിരുന്നു. കാരണം അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് രോഹിത്തിൻ്റെ പേര് ഇതിനകത്തേക്ക് വലിച്ചടിച്ചത്. രോഹിത്ത് തെറ്റ് ചെയ്യാഞ്ഞിട്ട് പോലും രോഹിത്തിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിൽ CIനെയൊക്കെ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. ജഡ്ജ് കിട്ടാനുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ അവർക്കിട്ട് കിട്ടുകയും ചെയ്തു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരു ഉദ്യോഗസ്ഥന് ഒരിക്കലും ഇങ്ങനെ ആരും പ്രേരിപ്പിക്കാണ്ട് പാടുള്ളതല്ല. അത് നിരപരാധിയായ ഒരാളെ കുറ്റം ചെയ്യുന്നതും പറഞ്ഞുകൊണ്ട് അത് ജീവിതത്തെ കൊണ്ട് പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലോ. ഇത്രയും നാളും ജയിലിൽ കിടന്നു, അതും കൂടാതെ നാണക്കേട്, പഠിത്തവും കാര്യങ്ങളൊക്കെ പോയി, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പേരിൽ കുറേ ചീത്ത പറയുന്നുണ്ട്. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് അധികം വൈകാതെ കിട്ടുമെന്നും പറഞ്ഞു. അവരെയും വെറുതെ വിടാനായിട്ട് ജഡ്ജി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. രോഹിത്തിൻ്റെ വെറുതെ വലിച്ചടിച്ച് നാണക്കേടുണ്ടാക്കി. രോഹിത്തിന് മാത്രമല്ല ആ കുടുംബത്തിനുണ്ടായ നാണക്കേടും അതുപോലെ തന്നെ നഷ്ടങ്ങളും ചെറുതൊന്നുമല്ലോ. എത്ര നാള് ബാലേന്ദ്രന് കട അടച്ചിടേണ്ടതായിട്ട് വന്നു. അറ്റാക്ക് വന്നു, ഹോസ്പിറ്റലായി. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ. ഇപ്പോഴും ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയം ബാലേന്ദ്രൻ എന്നാലും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. രോഹിത്ത് വന്നല്ലോ ഇറങ്ങി. രോഹിത്തിനെ പുറത്തിറക്കാൻ പറ്റിയത് അലീനെ കാരണമെന്ന് ഉറപ്പുണ്ടായിരുന്നു ബാലേന്ദ്രന്. അവളില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും രോഹിത്തിനെ പുറത്തിറക്കാൻ പറ്റില്ലായിരുന്നു. അവളുടെ ആത്മവിശ്വാസം അതിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് അലീന എന്ത് ചെയ്തു, രോഹിത്തിന് കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ട് അങ്ങ് ചെല്ലുന്നുണ്ട്. പക്ഷേ അവൻ കതവ് തുറന്നൊന്നുമില്ല, കതവ് കുറ്റിട്ട് വെച്ചിരിക്കുമായിരുന്നു. കുറേ സമയം തട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന ആഹാരമൊക്കെ ആയിട്ട് ചെന്നു. പക്ഷെ അതൊന്നും അവൻ കഴിക്കാനൊന്നും കൂട്ടാക്കില്ല. അവൻ കട്ടക്കലിപ്പോടുകൂടി അതെല്ലാം തട്ടിയെറിയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.